എനിക്കൊരു മോളാണുള്ളത്. അത് കുറച്ച് കൊഞ്ചിച്ചൊക്കെയാണ് വളർത്തിയിരിക്കണം. അതുകൊണ്ട് നിങ്ങളെ മോൻ അവളെ നല്ലൊരു നോക്കുമെന്നുള്ള ഉറപ്പൊക്കെ എനിക്ക് വേണം. എൻ്റെ മോനാണ്ട് ഞാൻ പറയാൻ ഇതേപോലെ മൂത്തടുത്ത് ബഹുമാനമുള്ള ചെറുക്കനെ എൻ്റെ ജന്മത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവൻ്റെ അടുത്ത് വീട്ടിൽ 6 മണിക്കുള്ളിൽ കയറണം പറഞ്ഞിട്ടുണ്ട്. അവ 6 മണിന്ന് 1 മിനിറ്റ് വൈകൂല, അതിനുള്ളിൽ അവൻ കയറിയിരിക്കും. അത്രയ്ക്ക് അനുസരണയാണ്. നിൽക്കവിടെ. നിങ്ങളടുത്ത് ഞാൻ എത്ര മണിയാകുമ്പോൾ വീട്ടിൽ കയറാൻ പറഞ്ഞത്? 6 മണിക്കുള്ളിൽ. ഇപ്പം എത്ര മണിയായി? 6:05 തന്നെ. അയ്യോ മോനെ അടിക്കില്ല, ഞാൻ നേരത്തെ കയറിക്കോളാം മോനെ. പിന്നെ അവൻ്റെ അമ്മയടുത്തുള്ള ബഹുമാനം. അവൻ്റെ അമ്മ എന്തുണ്ടാക്കിയാലും ഇനിയിപ്പോൾ അത് വിഷമാണെങ്കിൽ പോലും അവൻ ഒരു മടിയില്ലാതെ അത് കഴിക്കും. ഇന്നും ഈ ചോറ് സാമ്പാറോ? തള്ളേരത്തെ പറഞ്ഞോണ്ട് മീൻ കറി ഉണ്ടാക്കാം. മാജിലേക്ക് വാഞ്ചാന്ത്. ഞാനൊരു കാര്യം പറയാം. നാളെ നിങ്ങൾ മീൻകറി ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത് നിങ്ങളെ തലയെ കൂടെ വാരിഞ്ഞ് ഒഴിക്കും. അല്ല പിന്നെയാണ് മൂത്തടുത്തുള്ള ബഹുമാനം. അവൻ ഇരിക്കുന്ന സമയത്ത് അവൻ്റെ മുന്നിൽ ഏതെങ്കിലും മുതിർന്നവർ നിൽക്കുകയാണെങ്കിൽ അപ്പം അവ ആ സീറ്റിന് എണീറ്റ് കൊടുക്കും. അത്രയ്ക്ക് ബഹുമാനമാണെന്ന്. മോനെ അപ്പാപ്പന് കാലഴിച്ചിട്ടുണ്ടോ? ഒന്ന് എണീറ്റോ? ഞാനൊക്കെ വേറെ സീറ്റിൽ പോയി എണീക്കില്ല. ഞാൻ അവിടെ നിന്ന് എണീറ്റ് ഈ സീറ്റിലേക്ക് അങ്ങ് ഇരിപ്പറക്കോളാം. പോയി വേറെ സീറ്റിലേരി എൻ്റെ സീറ്റിൽ അങ്ങക്ക് ഇരിപ്പറക്കൂ. എന്തായാലും നിങ്ങളെ മോളൊരു ഭാഗ്യമേ. എന്താ ആലോചിക്കണ? ഈശ്വര, കൊച്ചിൻ്റെ ഒരു അവസ്ഥ. അല്ല, ഞാൻ ഒരു ആത്മഗതാഗതം ഓർത്തത്. ചുമ്മാ ഇരിക്കാതെ ഇതിലൊക്കെ എടുത്ത് കഴിയും. ഓ അച്ഛൻ്റെ ഒന്നും കഴിച്ചിടങ്ങളെ. കഴിഞ്ഞ ഷുഗർ ഹൈ ലെവലായിരുന്നു. അല്ല മോനെ, കുഴപ്പമില്ല. എന്താ കുഴപ്പമില്ലേ? അല്ല ഉണ്ട്. കുഴപ്പമുണ്ട്. അപ്പം ഇത്രയും വിനയമുള്ള ചെറുക്കൻ എൻ്റെ മോക്കിന് കിട്ടാനില്ല. അപ്പം നമുക്ക് എന്തായാലും ഈ കല്യാണം ഉറപ്പിക്കാം. അപ്പം നമ്മൾ ഇറങ്ങിയാനേ ഞങ്ങളെ അത്യാവശ്യം ജോലിക്ക് വരും പോകണത്. നമ്മൾ ഇറങ്ങിയാനേ വാച്ച. എൻ്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് വല്ലായിരുന്നാ? ഉണ്ടാ വല്ലതും വിളിച്ച് ഞാൻ പറയും. ഇതിനൊക്കെ 2 വാഴ വെച്ചിരുന്നെങ്കിൽ ആ വാഴ എന്നുള്ള പഴം വിറ്റെങ്കിലും ജീവിക്കായിരുന്നു. എന്താ വല്ല പറഞ്ഞത്? ആത്മഗതാഗതം പറഞ്ഞത്. ആത്മഗതാഗതമല്ല, റോഡ് ട്രാഫിക്. നിങ്ങളെ ഞാൻ വീട്ടിൽ ആകുമ്പോൾ തന്നോളാം. അങ്ങനെ ഇന്നത്തേക്കുള്ളതായി. മോനെ ഒന്നും ചെയ്യല്ലേ അച്ഛൻ.